യോഹന്നാൻ്റെ 1-ാം ലേഖനം 3:15. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും സൗമ്യമായ സ്നേഹനിർഭരമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ കാണുന്നത് പോലെ അപൂർവമായാണ് കഠിനപദങ്ങൾ കാണാനാവുന്നത്. അപ്പോൾ എത്രത്തോളം ഈ വിഷയം പ്രാധാന്യമർഹിക്കുന്നു എന്ന് ചിന്തിക്കുക. സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിത്യജീവനിൽ വസിക്കുന്നത് എന്ന് കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞിട്ട് സഹോദരനെ വെറുക്കുന്നവരുടെ ആത്മീയ അവസ്ഥ എന്താണ് എന്ന് കണിശമായി ഇവിടെ പറയുന്നു. പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരുവനെ കൊല്ലുമ്പോഴാണ് കൊലപാതകനെന്ന് വിധിക്കുന്നത്. എന്നാൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ തന്നെ പുതിയ നിയമത്തിലെ കാഴ്ചപ്പാടിൽ കൊലപാതകനെന്ന് വിധിക്കുന്നത് ആരെ എന്ന് പറയുന്നത് നോക്കുക. സഹോദരനെ വെറുക്കുമ്പോൾ അവനെ കൊല ചെയ്തതിന് സമാനമായാണ് ദൈവം കാണുന്നത്. ആയുധമോ ശാരീരിക സമ്പർക്കമോ കരുത്തോ കൂടാതെ മനസ്സുകൊണ്ട് കൊല ചെയ്യുന്നവരാണ് വെറുപ്പ് ഉള്ളിൽ വഹിച്ച് നടക്കുന്നവർ. മറ്റു മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആദർശവും മാനവീയമല്ല, ഒട്ടുമേ ദൈവീകവുമല്ല. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയും മോശം ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തികളിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുകയും നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാർത്ഥിക്കുകയും അതിനായി ആവും വിധം ശ്രമിക്കുകയും വേണം. ഓരോ ആത്മാവിൻ്റെ വിലയും ദൈവത്തിന് പ്രാധാന്യമുള്ളതാണ്. ഏത് വിഭാഗത്തിലുള്ളവരായാലും അവരെ നിത്യജീവനിലേക്ക് നയിക്കാനാണ് യേശു ലോകത്തിൽ വന്നത്. ആകയാൽ ഈ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാകണം നാം. സഹോദരനെ വെറുക്കുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ദൈവത്തിനായി എന്ന പേരിൽ ചെയ്താലും അവനിൽ മരണം വസിക്കുന്നു. നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് യോഹന്നാൻ യാതൊരു മടിയും കൂടാതെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നിത്യജീവൻ നമ്മിൽ വസിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.